ആലുവപ്പുഴയുടെ തീരത്താണ്. നല്ല മനോഹരമായ കാഴ്ചയാണ്. പ്രഭാതം ഇങ്ങനെ പൊട്ടി വിടർന്നു വന്നിരിക്കുകയാണ്. അത് കിഴക്കാണ്. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ മൂടലുള്ളത് കൊണ്ടാണ് അത് നമുക്ക് കാണാൻ കഴിയാത്തത്. വളരെ ശാന്തമായി ഒഴുകുന്ന ആലുവപ്പുഴ ഈ തീരത്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വളരെ ആഹ്ലാദകരമാണ്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ നിൽക്കാം. കാരണം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ദിവസം മുഴുവൻ വളരെ എനർജറ്റിക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. കാരണം ഇന്ന് കേരളത്തിലെ ഓരോ വീട്ടുകളിലും വലിയ തിരക്കാണ്. കാരണം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതൊരു വെറും വീടല്ല, നമ്മളൊരു VIP അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി, റെഡിയായോ? എന്താ, എങ്ങനെ 2 മാസം ഇടവേളയ്ക്ക് ശേഷം പോവാണ്? അതെ, ഞാൻ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും എല്ലാം കാണാൻ പോവാണ്. നിങ്ങളുടെ 2 മാസം അവധിക്കാലം തിരക്കായിരുന്നോ? തിരക്കായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ 2 പുതിയ സിനിമകൾ റിലീസായി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വെക്കേഷൻ സമയത്ത് നടന്നു. ഈ സ്കൂളിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ പുതിയത് പഠിക്കാം. കൂട്ടുകാരോട് വിശേഷങ്ങളൊക്കെ പറയണ്ടേ 2 മാസത്തെ? അതെ, കൂട്ടുകാരോട് അങ്ങോട്ട് സിനിമാ വിശേഷങ്ങളും പ്രോഗ്രാം വിശേഷങ്ങളൊക്കെ പറയാം. കൂട്ടുകാർക്കും ഇങ്ങോട്ട് അവരുടെ വെക്കേഷൻ അനുഭവങ്ങളൊക്കെ പറയാം. പിന്നെ ടീച്ചേഴ്സിനെ കണ്ട് എല്ലാവരെയും പിന്നെയും കാണാനുള്ളൊരു അവസരമാണ്. അപ്പം അതൊക്കെ രസമായിരിക്കും. കുട്ടികളെ വീണ്ടും കാണാൻ, കൂട്ടുകാരെ വീണ്ടും കാണാൻ? യെസ്, കൂട്ടുകാരെ വീണ്ടും കാണാം. ഇനിയിപ്പോൾ 6th ഞാൻ. അപ്പോൾ സ്കൂളിൽ പോകാൻ പോവാണ്. കുറച്ചുകൂടെ ഇനി 5ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഉണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഹാഫ് ഡേ ആണ്. അപ്പോൾ അച്ഛൻ വന്ന് വിളിക്കും. അങ്ങനെ സ്കൂളിൽ പോകാൻ റെഡിയാണ്. എല്ലാ ദിവസവും അച്ഛൻ കൊണ്ടുവിടുമോ? മിക്ക ദിവസം അച്ഛന് പറ്റുന്ന ദിവസങ്ങളെല്ലാം അച്ഛൻ കൊണ്ടുവിടും. പിന്നെ എന്തൊക്കെയാ സിനിമാ വിശേഷങ്ങൾ? സിനിമാ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ 2 സിനിമകൾ ഇറങ്ങി. അരൺമന 4ഉം ഗൂവും. അരൺമന 4 വലിയ വിജയമായി. ഗൂ മെയ് 17-ാം തീയതി ആയിരുന്നു റിലീസായത്. പിന്നെ ഇപ്പോൾ പുതിയ സിനിമയുടെ പേര് നമ്മൾ അനൗൺസ് ചെയ്തു. മാളിപ്പുറം ടീമിൻ്റെ തന്നെ സുമതി വളവ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതും ഉടനെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നതായിരിക്കും. പഠനത്തിനോടൊപ്പം ഷൂട്ടിങ്ങും? അതെ. ഇതെങ്ങനെ കൊണ്ടുപോകുന്നത്? അച്ഛൻ എന്നെ സിനിമയ്ക്കൊക്കെ കൊണ്ടും അമ്മയും പഠിപ്പിച്ചു തരും. പിന്നെ അത്രവ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ നോട്ട്സൊക്കെ അയച്ചു തരും. അപ്പം അങ്ങനെ നോട്ട്സ് എഴുതി പഠിക്കും. പഠിക്കുമോ? പഠിക്കും. കള്ളം പറയരുത്. ഇല്ല, കള്ളം പറയില്ല. അച്ഛനോട് ചോദിച്ചാലോ? അച്ഛനോട് ചോദിക്കാം. ഇങ്ങോട്ട് വന്നാട്ടെ. മോള് പറയുന്നേ ഉഴപ്പില്ലെന്നാണ് പഠിത്തത്തിൽ? ഇല്ല, നന്നായിട്ട് പഠിക്കും. 2ഉം ഒരുമിച്ച് കൊണ്ടുപോയിക്കോളും. വലിയ കുഴപ്പങ്ങളില്ല. സ്കൂളിൽ നിന്നും സപ്പോർട്ടാണ്. വളരെ സന്തോഷം. വീണ്ടും ഫ്രണ്ട്സിൻ്റെ ലോകത്തേക്ക് വീണ്ടും എത്തുന്നു. ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നു. സ്കൂളിലേക്ക് എത്തുന്നു. ബാക്ക് ടു സ്കൂളാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. അല്ല, സ്കൂളിൽ പോകാനും ഫ്രണ്ട്സിനെ കാണാനും ടീച്ചേഴ്സിനെ കാണാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. സ്കൂൾ ലൈഫ് ആസ്വദിക്കുന്ന ഒരാളാണ്. സിനിമാ സെറ്റിൽ പോകുമ്പോഴാണ് കൂടുതൽ സന്തോഷം അതോ കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോഴാണ് സന്തോഷം? രണ്ടും എനിക്കിഷ്ടമാണ്. രണ്ടും എൻജോയ് ചെയ്യും. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാ മാതൃഭൂമിയുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. സ്കൂൾ വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ അവരോട് പറയാനുള്ളത്? സ്കൂളിൽ പോയി എൻജോയ് ചെയ്യുക. കാരണം അത് ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മിടുക്കന്മാരും മിടുക്കികളായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതല്ലേ സ്കൂൾ ലൈഫ് അല്ലേ? അതെ. മടി പിടിച്ചിരിക്കരുതെന്നും കൂടെ പറയണം. അല്ല, ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരില്ല. എല്ലാവരും സ്കൂളിൽ പോകാനും സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാനും തന്നെയാണല്ലോ നിൽക്കുന്നത്. കാരണം ഇവർ ഫ്രണ്ട്സിനെ കാണുന്നു, വീണ്ടും അവരുടെ ഒരു ലോകത്തേക്ക് എത്തുന്നു, പഠിക്കുന്നു, അറിയുന്നു, കാണുന്നു. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുസ്തകമൊക്കെ എടുത്ത് നോക്കിയോ? എല്ലാം സെറ്റാക്കി. പഠിച്ചു തുടങ്ങിയായിരുന്നു അതിനു മുമ്പേ? ഇല്ല, ഇനിയല്ല, ഇന്നല്ലേ തുടങ്ങണോളൂ. അതുമാത്രമല്ല 6th അല്ലേ, നേരത്തെ ക്ലാസ് തുടങ്ങുന്നുമില്ല. ഇന്നാണെങ്കിൽ മഴയില്ല, നല്ല ക്ലൈമറ്റാണ്. മഴ വേണോ? മഴ വേണമെന്ന് ചോദിച്ചാൽ മഴ വേണ്ട. ഇപ്പം പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മഴ മഴയൊക്കെ നനഞ്ഞ് June 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയായിട്ടാണ് സ്കൂളിൽ പോണത്. ഇന്ന് പിന്നെ June 3 ഒന്നല്ല എങ്കിലും ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ആയിരുന്നു. മഴയത്താണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം.
അപ്പൊ ഇനി തകർക്കണം, പഠനത്തിൽ മാത്രമല്ല സിനിമയിലും. അത് പറയേണ്ട കാര്യമില്ല, തകർത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? വീണ്ടും പുതിയ പ്രൊജക്റ്റുകളായിട്ട് വരുന്നുണ്ട്. മാളികപ്പുറം ടീമിൻ്റെ സുമതി വളമാണ് അടുത്തത്. ഒരു തെലുങ്ക് പടം നമ്മൾ അനൗൺസ് ചെയ്യാൻ പോണു. തമിഴ് അരന്മന എന്ന് പറഞ്ഞ തമിഴ് പടം ചെയ്തു. ഫസ്റ്റ് തെലുങ്ക് പടം ചെയ്യാൻ പോണു. അതും എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ, ഭാഷ പഠിക്കുന്നുണ്ട് അല്ലേ? തെലുങ്കൊക്കെ പഠിച്ചോ? ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ ആ സമയം അല്ലെങ്കിൽ അതിന് മുമ്പ് പഠിക്കും. ശരിക്കും ഓരോ യാത്രകളും വിദ്യാഭ്യാസമാണ്. ഓരോ ആളുകൾ കാണുന്നതും വിദ്യാഭ്യാസമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയതായ കാര്യങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ, ഇതെല്ലാം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ബുക്കിൽ പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസം, അതും ലോകം കാണുന്നതും ആളുകളെ കാണുന്നതും എല്ലാം പുതിയ പുതിയ അറിവുകളാണ്. അപ്പോൾ അത് ഇവരുടെ കരിയറിൽ എപ്പോഴും ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത്. തമിഴൊക്കെ പഠിച്ചായിരുന്നോ? തമിഴ് സിനിമയൊക്കെ പഠിച്ചിരുന്നു ഇത്തിരി. അപ്പോൾ അരന്മന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ തമിഴ് മൂവി. ഇനിയിപ്പോൾ തെലുങ്ക് മൂവിയിലൊക്കെ പോവാണ്. ഇനിയും കുറേ അപ്ഡേറ്റ്സ് പുറകെ വരുന്നുണ്ട്. ഹിന്ദിയൊക്കെ ചെയ്യണ്ടേ? ബോളിവുഡിലൊക്കെ പോകണ്ടേ? യെസ്, ആഗ്രഹമുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുകളും ഉണ്ടാകും. അതിൻ്റെ കൂടെ സ്കൂളിലേക്കും പോകുക. എല്ലാ കൊച്ചു വിശേഷങ്ങളുണ്ടോ? സ്കൂളിൻ്റെ വിശേഷം ഉണ്ടാവും. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാരും ആഗ്രഹങ്ങളുടെ പുറകെ യാത്ര ചെയ്യുന്ന ഒരു അധ്യയന വർഷമാവട്ടെ. അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷമാവട്ടെ. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വർഷമാവട്ടെ എല്ലാ കൊച്ചു കൂട്ടുകാരുടെയും. എല്ലാ കൊച്ചു കൂട്ടുകാരും നന്നായിട്ട് പഠിക്കണം. നടക്കരുതെന്ന് പറയണം. ടീച്ചേഴ്സ് പറയുന്നതെല്ലാം കേൾക്കണം. എനിക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളാണ്. ആഗ്രഹത്തിന്റെ പുറകെ പോകണമെന്നുള്ളത്, സ്വപ്നത്തിന്റെ പുറകെ, സ്വപ്നങ്ങളുടെ പുറകെ ആയിരിക്കണം. നമ്മൾ ഒരു സ്വപ്നം നടക്കണമെന്ന് പ്രാർത്ഥിച്ചല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എന്തായാലും ആ സ്വപ്നം നടക്കും. കാരണം നമ്മൾ നമ്മുടെ സ്വപ്നത്തിന്റെ പുറകെ പോയാൽ മതി, മനസ്സുണ്ടായാൽ മതി. അതാ. പിന്നെ പാരൻസും ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വർഷം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു ആശംസ പറഞ്ഞ് നമുക്ക് നിർത്താം. സ്കൂളിൽ പോകാൻ സമയമില്ലേ? ലേറ്റായി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഫസ്റ്റ് അല്ലേ, ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ടൈമല്ലേ. സിനിമ താരം എന്നുള്ള പരിഗണനയുണ്ടോ? ഇല്ലല്ലോ. എല്ലാ കുട്ടികളും ഒരേപോലെ, എല്ലാ കുട്ടികളും ഒരേപോലെ. സ്കൂൾ ഗേറ്റ് കടന്ന ഇവരെല്ലാവരും ഒരേപോലെ അല്ലേ. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായതിന്റെ ഒരു വഴക്ക് വേണ്ടല്ലേ? വേഗം പോവാം. അപ്പം ബെല്ലടിക്കുന്നതിന് മുമ്പേ സ്കൂളിൽ കയറുക. അപ്പോൾ ഒരു ആശംസ ഒന്നുകൂടെ പറഞ്ഞേക്കുക. അപ്പം എല്ലാ കുട്ടികൾക്കും നല്ലൊരു അധ്യയന വർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അതാണ്. ഇനി ഈ ഒരു അധ്യയന വർഷം കുട്ടികളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകുന്നതിനുള്ള ഒരു വഴിയാകട്ടെ. ദേവനന്ദ വളരെ എനർജറ്റിക് ആയിട്ട് രാവിലെ സ്കൂളിൽ പോവുകയാണ്. അതുപോലെ നിങ്ങളും സ്കൂളിലേക്ക് പോവുക, പഠിക്കുക, വളരുക, ആഗ്രഹങ്ങൾക്ക് പുറകെ പായുക. ശരത്തമ്പാട്ടുവിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.